കോഴിക്കോട് മലാപ്പറമ്പിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി. സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നിലവിൽ എന്താണ് സാഹചര്യം? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ കാണാം. 1.5 മീറ്ററോളം താഴ്ചയിലാണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ഈ സമീപത്തേക്ക് ഈ ചെളിയും അതുപോലെ തന്നെ മണ്ണും ഒക്കെ തന്നെ അടിച്ചു കയറിയിട്ടുണ്ട്. സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളുടെ അകത്തേക്ക് പോലും വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത്. അതേ തുടർന്നാണ് നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, റോഡ് ഈ വിധത്തിൽ കുഴിഞ്ഞു പോയിട്ടുമുണ്ട്. കൂടാതെ ഇതിന്റെ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഉയർന്നു വന്നിരിക്കുകയാണ്. റോഡിന്റെ ചില ഭാഗങ്ങൾ വളരെയേറെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് അതിന്റെ അകത്തുള്ള മണ്ണൊക്കെ തന്നെ തെറിച്ച് പുറത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് മുന്നിലത്തെ വീട്ടിലുള്ള ആളാണ് ബാബു പോൾ. അപ്പോൾ വലിയ രീതിയിലേക്ക് വെള്ളം ഒക്കെ എത്തിയിട്ടുണ്ട്. വല്ലാതെ വെള്ളം കയറിയിട്ടുണ്ട്. ചളിയും മണ്ണും ഒക്കെ കാണാം. ഇങ്ങോട്ട് പോകണം, മുന്നോട്ട് എല്ലാം കാണാം. മണ്ണും വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. വീടിന് ബാത്റൂമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ബാത്റൂമിൽ അടിയിൽ കൂടെ വെള്ളം കയറി. ഇവിടെ പുള്ള്, പിന്നെ ചെടിച്ചട്ടി, ചെരുപ്പ്, എല്ലാ സാധനവും ഒലിച്ചു. മുറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത മാതിരിയായി. വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും മണ്ണാണ് അവിടെ കിടക്കുന്നത്. നടക്കാൻ തന്നെ പറ്റില്ല. അതാ അവസ്ഥ. ഇത് ഇടക്കിടക്ക് ഉണ്ടാകുന്ന അവിടെ. എത്രയോ കാലമായിട്ട് ഈ ഓരോ 2-3 ആഴ്ച കൂടുമ്പോൾ പൈപ്പ് പൊട്ടുന്ന പരിപാടി അവിടെ കാണുന്നൊക്കെ ഈ പാച്ച് വർക്ക് ചെയ്താൽ പൈപ്പ് പൊട്ടിയിട്ട് അങ്ങോട്ടുള്ള അതാണ് സ്ഥിതി. ഇനി ഇതിലിപ്പോൾ ഈ റോഡ് മുഴുവൻ നന്നാക്കണം. ഇതിനടിയിലെ മണ്ണ് മുഴുവൻ പോയി. അടിയിലെ മണ്ണ് മുഴുവൻ പോയി. ഇനിയിപ്പോൾ ഇത് മുഴുവൻ പൊളിച്ച് ചെയ്യാതെ എന്നാൽ ലോഡ് വണ്ടി വരുമ്പോൾ ഇത് താന്നു പോകും. അല്ല വണ്ടി മറിയും, എന്തെങ്കിലും സംഭവിക്കും. അതാണ് സ്ഥിതി. കണ്ടത് അത്രയും മണ്ണ് പോയതുകൊണ്ടാണ് ഈ കൂടെ കുഴിയായത്. പ്രവിത, താൽക്കാലികമായി ഇവിടുത്തെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്നൊക്കെ വലിയ രീതിയിലാണ് മണ്ണ് ഇളകി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് അവിടെ നിന്ന് കൂടുതൽ ഭാഗത്തേക്ക്, അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ടുമുണ്ട്. ഈ ഭാഗത്തൊക്കെ വലിയ ഒരു ഗർത്തം പോലെ തന്നെയാണ് ഈ ഭാഗത്തുമുള്ളത്. അതിനകത്തുള്ള മണ്ണൊക്കെ പുറത്തേക്ക് ഒഴുകി വന്നിരിക്കുകയാണ്. അങ്ങനെ അതിശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകി വന്നത്. അതേ തുടർന്നാണ് ഈ വിധത്തിൽ ഉള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിലേക്കൊക്കെ നമുക്കിപ്പോൾ കാണാം, അവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ചെളിയും അതുപോലെ തന്നെ വെള്ളവുമാണ് ഇരച്ച് കയറിയിരിക്കുന്നത്. ഈ വീട്ടിലുള്ള ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് സമീപത്തുള്ള വീടുകളിലേക്കും ഇങ്ങനെയാണ് വെള്ളം. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിലുള്ള വീട്ടുകാർക്കുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.